പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 4 വെള്ളി. പ്രധാന വാർത്തകൾ. ദാഖിലിയ ഗവർണറേറ്റിൽ വ്യത്യസ്ത മേഖലകളിൽ പരിശോധനയുമായി തൊഴിൽ മന്ത്രാലയം. വർക്ക്ഷോപ്പുകൾ മുതൽ വാണിജ്യ വ്യാവസായിക സൈറ്റുകൾ വരെയുള്ള സ്വകാര്യ മേഖലയിലെ 62 ഇടങ്ങളിലാണ് അധികൃതർ പരിശോധന നടത്തിയത്. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ദാഖിലിയയിലുള്ള ലേബർ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സെപ്റ്റംബർ 28-നും ഒക്ടോബർ 3-നും ഇടയിൽ കൺസ്ട്രക്ഷൻ മേഖലകളിലെ വിവിധ സ്വകാര്യ മേഖലയിലായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. നിയമപ്രകാരമുള്ള അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് തൊഴിലാളികളെ ബോധവൽക്കരിക്കുകയും ചെയ്തു. എഞ്ചിൻ തകരാറിനെ തുടർന്ന് ഒമാൻ കടലിൽ കുടുങ്ങിയ കപ്പലിലെ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ഇന്ത്യക്കാരായ 12 പേരെയാണ് സുരക്ഷിതമായി കൊച്ചിയിലെത്തിച്ചത്. കന്യാകുമാരി സ്വദേശി അരുളപ്പന്റെ അലങ്കാരമാത എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ മാസം 10-ന് തോപ്പുംപടി ഫിഷിംഗ് ഹാർബറിൽ നിന്ന് കടലിലേക്ക് പോയ ബോട്ട് 5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 2 ദിവസം മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ 3-ാം നാൾ രാത്രി എഞ്ചിൻ പ്രവർത്തനരഹിതമാവുകയും എഞ്ചിൻ റൂമിൽ വെള്ളം കയറുകയുമായിരുന്നു. ഇതിനിടെ എഞ്ചിൻ തകരാർ പരിഹരിക്കാനുള്ള ശ്രമം വിഫലമായതിനെ തുടർന്ന് ബോട്ടും അതിലുണ്ടായിരുന്ന 8 ലക്ഷം രൂപയും മീനും കടലിൽ ഉപേക്ഷിച്ചു. തുടർന്ന് 8 ദിനം കടലിൽ ഒഴുകി നടന്ന ബോട്ടിനെ സെപ്റ്റംബർ 26-ന് UFL ദുബൈ എന്ന കപ്പൽ കണ്ടെത്തി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെയും മുംബൈ മറൈൻ റെസ്ക്യൂ കോഓർഡിനേഷൻ സെന്ററിനെയും അറിയിക്കുകയായിരുന്നു. തൊഴിലാളികളെ കൈല ഫോർച്യൂൺ എന്ന കപ്പലിൽ കയറ്റി കൊച്ചിയിലേക്ക് അയച്ചു. കൊച്ചിയിലെത്തിയ ഇവരെ കപ്പലിൽ നിന്ന് ഫിഷറീസ് മറൈൻ എൻഫോഴ്സിന്റെ സംഘം ഏറ്റെടുത്തു. ഫിഷറീസ് വകുപ്പ്, കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, കസ്റ്റംസ് എന്നിവയുടെ ഉദ്യോഗസ്ഥർ സന്നിഹിതരായിരുന്നു. പ്രാഥമിക വൈദ്യ പരിശോധനയിൽ 12 മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരാണെന്ന് കോസ്റ്റ് ഗാർഡിന്റെ കൊച്ചിയിലെ ആസ്ഥാനത്തും സീപോർട്ട് എമിഗ്രേഷൻ ഓഫീസിലും പരിശോധന നടത്തിയ ശേഷം തമിഴ്നാട് ഫിഷറീസ് വകുപ്പിന് ഇവരെ കൈമാറിയതായും അധികൃതർ അറിയിച്ചു. ഉൽപ്പന്നങ്ങളിൽ അനുമതിയില്ലാതെ രാജകീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്ന് വീണ്ടും മുന്നറിയിപ്പുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. ദേശീയ ചിഹ്നം, രാജകീയ ചിഹ്നങ്ങൾ, ഗഞ്ചർ, സുൽത്താനേറ്റിന്റെ ഭൂപടം എന്നിവ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് അനുമതി ആവശ്യമാണ്. തങ്ങളുടെ ഉൽപ്പന്നങ്ങളിലോ പരസ്യങ്ങളിലോ രാജ്യത്തിന്റെ ലോഗോ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും കമ്പനികളും മന്ത്രാലയത്തിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കൊമേഴ്സ് വിഭാഗത്തിൽ അപേക്ഷിക്കണം. അല്ലെങ്കിൽ വിവിധ ഗവർണറേറ്റുകളിലെ മന്ത്രാലയം ഡയറക്ടറേറ്റുകളിലും അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷയോടൊപ്പം ദേശീയ ചിഹ്നങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് ഉൽപ്പന്നങ്ങളുടെയും പരസ്യങ്ങളുടെയും മാതൃകകൾ അറ്റാച്ച് ചെയ്യണമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. ദേശീയ ദിനം കൂടി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ഇത്തരം ഉൽപ്പന്നങ്ങൾ കൂടുതലായി വിപണിയിൽ എത്തുന്ന സമയമാണിത്. അനുമതിയില്ലാതെ ഇവ ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുന്നതിന് വരും ദിവസങ്ങളിൽ വാണിജ്യ സ്ഥാപനങ്ങൾ പരിശോധന നടത്തും. അനുമതിയില്ലാതെ സുൽത്താനേറ്റിന്റെയും രാജകീയ കിരീടത്തിന്റെയും ലോഗോ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യും. തലസ്ഥാന നഗരത്തിലെ പൊതുഗതാഗത മേഖലയുടെ വികസനത്തിന് പ്രധാന പരിഗണനയെന്ന് 2040 വിഷൻ ഇംപ്ലിമെന്റേഷൻ ഫോളോ അപ്പ് യൂണിറ്റ് വാർഷിക റിപ്പോർട്ട്. മസ്കത്ത് മെട്രോ ഉൾപ്പെടെ പദ്ധതികൾ ഇതിന്റെ ഭാഗമാണ്. പൊതുഗതാഗതം, ഇലക്ട്രിക് വാഹനങ്ങൾ, ഗതാഗത മേഖലയുടെ മറ്റ് ക്രമീകരണങ്ങൾ എന്നിവയിലൂന്നിയാണ് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം പ്രവർത്തിച്ചതെന്നും വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം മസ്കത്ത് മെട്രോയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കും. ശതകോടി റിയാൽ നിക്ഷേപം ആവശ്യമുള്ള നിർദ്ദിഷ്ട മെട്രോ ലൈൻ 55 കിലോമീറ്ററിലധികം നീളുകയും 42 പാസഞ്ചർ സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ്. ഗതാഗത കുരുക്ക് ലഘൂകരിക്കുക, വിനോദസഞ്ചാരികൾക്കുള്ള നഗരത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുക, റൂവിയിലെയും മത്രയിലെയും വാണിജ്യ കേന്ദ്രങ്ങളെ സൗത്ത് സീബുമായി ബന്ധിപ്പിക്കുന്ന കാര്യക്ഷമമായ ജനകീയ ഗതാഗത സംവിധാനം സ്ഥാപിക്കുക, വിമാനത്താവളത്തിലേക്ക് ഒരു അധിക പാതയും മറ്റ് പൊതുജനങ്ങളുമായി സംയോജിപ്പിക്കലും മസ്കത്ത് മെട്രോ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു.
ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മന്ത്രാലയം. 475 ഗവേഷണ പ്രമേയങ്ങൾക്ക് 2,04,69,776 റിയാലിന്റെ സഹായം നൽകും. ഒമാനിലെ PhD ഗവേഷകർ, മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ് ഗവേഷകർ, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് എന്നിവർക്ക് തുക ലഭിക്കും. 158 ഡോക്ടറേറ്റ് പ്രൊജക്ടുകളും 145 മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ് പ്രൊജക്ടുകളും 172 ഉന്നത വിദ്യാഭ്യാസ പ്രൊജക്ടുകളും ഇതിൽ ഉൾപ്പെടും. വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മസ്കത്ത് ഗവർണറേറ്റിൽ പരിശോധനയ്ക്ക് തുടക്കമിട്ട് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം വിവിധ വിലായത്തുകളിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ മേഖലയെ ലക്ഷ്യമിട്ട് സംയുക്ത പരിശോധനാ ക്യാമ്പയിൻ നടത്തും. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെട്രോളജിയുമായി സഹകരിച്ചാണ് പരിശോധന. അധികൃതർ നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉപകരണങ്ങളിൽ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെയും എക്സിക്യൂട്ടീവ് നിയമങ്ങളുടെയും വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി വഞ്ചനാപരവും വ്യാജ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന തടയും. നിയമലംഘകർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. തൊഴിൽ നിയമലംഘനങ്ങൾക്കെതിരെയുള്ള പരിശോധന വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായി തുടരുന്നു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിന്ന് സെപ്റ്റംബറിൽ 638 പ്രവാസി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. നിരവധി തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. 80 കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് ഇക്കാലയളവിൽ കൈമാറി. തൊഴിൽ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീം ആണ് പരിശോധന നടത്തിയത്. താമസ കാലാവധി പുതുക്കാത്ത 260 തൊഴിലാളികളെയും കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്ത് സ്വദേശീവൽക്കരണ നടപടികളും വിസ വിലക്കുകളും കർശനമാക്കുന്നതിനോടൊപ്പം ശക്തമായ പരിശോധനയും തുടരുകയാണ്. സ്വദേശീവൽക്കരിച്ച തസ്തികകളിൽ വിദേശികളെ നിയമിക്കുന്നത് കണ്ടെത്തുന്നതിന് കർശന പരിശോധനയും തൊഴിൽ മന്ത്രാലയം നടത്തിവരുന്നുണ്ട്. ഇതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് വിഭാഗവുമായി ചേർന്ന് മന്ത്രാലയം പ്രവർത്തിച്ചു വരികയാണ്. ഈ വർഷം ജൂലൈ വരെയുള്ള കാലയളവിൽ 12,000 നിയമലംഘകരെ പിടികൂടുകയും 97,000-ൽ പരം വിദേശികളെ നാടുകടത്തുകയും മറ്റുള്ളവരെ ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. സ്വദേശീവൽക്കരിച്ച തസ്തികകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പുറമെ അനധികൃതമായി ഒമാനിൽ പ്രവേശിച്ച് തൊഴിലെടുക്കുന്നവർ ഉൾപ്പെടെ നിയമലംഘകരെ കാത്തിരിക്കുന്നത് നാടുകടത്തുന്നതുൾപ്പെടെയുള്ള നടപടികളാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും സുനാമിയുടെയും അപകടങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനായി ദേശീയ അടിയന്തര മാനേജ്മെന്റ് കമ്മിറ്റി ആരംഭിച്ച ക്യാമ്പയിൻ തുടർന്നു. ഒക്ടോബർ 7 വരെ ക്യാമ്പയിൻ നടക്കും. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും സുനാമി തിരമാലകളും മൂലമുണ്ടാകുന്ന അപകട സാധ്യതകളെക്കുറിച്ചുള്ള സാമൂഹിക അവബോധം വർദ്ധിപ്പിക്കുകയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ധോഫാർ ഗവർണറേറ്റിലെ എല്ലാ വിലായത്തുകളിലും പ്രചരണം നടത്തും. പ്രാദേശിക സമൂഹത്തെ ലക്ഷ്യമിട്ട് വിദ്യാഭ്യാസം, സമ്പദ് വ്യവസ്ഥ, സുരക്ഷ, കമ്മ്യൂണിറ്റി ഇടപെടൽ എന്നിങ്ങനെ 4 പ്രധാന മേഖലകളിൽ ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മവാർഷികവും അന്താരാഷ്ട്ര അഹിംസാ ദിനവും മസ്കത്ത് ഇന്ത്യൻ എംബസി ആഘോഷിച്ചു. രാജയോഗ സെന്റർ ഫോർ സെൽഫ് ഡെവലപ്മെന്റുമായി സഹകരിച്ച് നടത്തിയ പരിപാടിയിൽ ഒമാനി പ്രമുഖർ, ഇന്ത്യയിലെ സുഹൃത്തുക്കൾ, ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, റെസിഡന്റ് അംബാസഡർമാർ, നയതന്ത്ര സേവനാംഗങ്ങൾ, ഇന്ത്യൻ പ്രവാസികൾ എന്നിവരുൾപ്പെടെ നാനാ തുറകളിൽ നിന്നും 200ഓളം ആളുകൾ പങ്കെടുത്തു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഒമാൻ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. സലാല മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന പരിപാടി IOC ഒമാൻ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ നിഷ്താർ ഉദ്ഘാടനം ചെയ്തു. അഹിംസയിൽ അധിഷ്ഠിതമായി ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഏക രാഷ്ട്രീയ നേതാവിന്റെ ഓർമ്മകൾ ഇന്നും നമുക്ക് വെളിച്ചമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾ വഴി പുതുതലമുറയും ഗാന്ധിയൻ ആദർശങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് വലിയൊരു പ്രതീക്ഷയാണെന്ന് ഡോക്ടർ നിഷ്തർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.